ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദസ്തക്. നിങ്ങൾ ഇതുവരെ നൽകിയ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ പാഠമായ ശ്രീ നരേന്ദ്ര പുണ്ടരീക് എഴുതിയ പുൽ ബനി ഥി മാം എന്ന കവിത മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ പാഠമായ TV എന്ന പട്കഥയാണ്. പട്കഥ എന്നാൽ മലയാളത്തിൽ തിരക്കഥ. സിനിമയുടെ എഴുതപ്പെട്ട രൂപത്തെയാണ് തിരക്കഥ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ തിരക്കഥ കഥയുടെ മറ്റൊരു രൂപം തന്നെയാണ്. തിരക്കഥ എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും നമ്മൾ ആദ്യമായി മനസ്സിലാക്കാൻ പോവുകയാണ്. TV എന്ന തിരക്കഥ മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 24 ഈ തിരക്കഥയുടെ കഥാരൂപം അതിരിക്ത് വാചൻ, അതായത് എക്സ്റ്റൻഡഡ് റീഡിംഗ് ആയി നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അത് മനസ്സിലാക്കാം. അതിനുശേഷം തിരക്കഥയിലേക്ക് കടക്കുമ്പോൾ ഒരു കഥയിൽ നിന്നും തിരക്കഥ രൂപപ്പെടുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ഫ്രണ്ട്സ്, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. TV, लेखक वरुण ग्रोवर. बात सिर्फ इतनी सी थी कि गोपू को TV देखना था. बात കാര്യം ഇത്രയേ ഉള്ളൂ, ഗോപുവിന് TV കാണണം. और यही सोचकर तीनों निकल पड़े थे. നിക്കൽന പുറപ്പെടുക, അതുകൊണ്ട് തന്നെ മൂന്ന് പേരും പുറപ്പെട്ടു. गोपू का गांव पहाड़ के उस तरफ था जहां TV नहीं आता था. പഹാഡ് പർവ്വതം. ഗോപുവിന്റെ ഗ്രാമം പർവ്വതത്തിന്റെ മറുഭാഗത്തായിരുന്നു. അവിടെ TV സിഗ്നൽ കിട്ടില്ലായിരുന്നു. TV നഹി ആത്താ ഥാ എന്ന് പറഞ്ഞാൽ TV സിഗ്നൽ കിട്ടില്ല. शाम को डूबने से पहले सूरज पहाड़ के सबसे ऊपर लगे उस बड़े से टावर की नोक पे कुछ पलों के लिए टिक जाता था. डूबना മുങ്ങുക, നോക്ക് അഗ്രം, പൽ നിമിഷം, ടിക്ന തങ്ങി നിൽക്കുക. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായി പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലായിട്ടുള്ള വലിയ ടവറിന്റെ അഗ്രഭാഗത്ത് കുറച്ച് നിമിഷത്തേക്ക് തങ്ങി നിൽക്കും. ഗോപു കോ പതാ താ കി ഉസി ടവർ സെ TV ആതാ ഹെ. പത അറിയുക, ഗോപുവിനറിയാം ആ ടവറിൽ നിന്നാണ് TV സിഗ്നൽ വരുന്നത്. വോ ടവർ അഭി ഹമാരെ ഗാവ് മേ TV നഹി ദേതാ. ആ ടവർ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് സിഗ്നൽ തരുന്നില്ല. वरना चुन्नी के पिताजी ने तो बक्सा और एंटीना दोनों खरीद लिए हैं. ബക്സ എന്ന് പറഞ്ഞാൽ ബോക്സ്, ഖരീദിന വാങ്ങിക്കുക. പക്ഷേ ചുന്നിയുടെ അച്ഛൻ ബോക്സും ആന്റിനയും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഗോപു ने लल्लू को अपनी मां के लहजे में समझाते हुए कहा. ലഹജ में എന്ന് പറഞ്ഞാൽ ടോൺ, സമജ്ന മനസ്സിലാക്കുക, സംജാന മനസ്സിലാക്കിപ്പിക്കുക. ഗോപു ഇക്കാര്യങ്ങളെല്ലാം തന്റെ സുഹൃത്തായ ലല്ലുവിനോട് തന്റെ അമ്മയുടെ അതേ ഉച്ചാരണത്തോടു കൂടി മനസ്സിലാക്കിപ്പിക്കുകയാണ്. ഗോപു को उसके बाबा ने पहाड़ के उस पार वाले गांव में TV दिखाई थी अपने दोस्त മനോഹർ के घर. ഗോപുവിന് അവന്റെ ബാബ പഹാഡിന്റെ മറുഭാഗത്തുള്ള ഗ്രാമത്തിൽ TV കാണിക്കാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തന്റെ സുഹൃത്തായ മനോഹറിന്റെ വീട്ടിൽ. പാർവാലെ എന്ന് പറഞ്ഞ അരികിൽ എന്ന അർത്ഥമാണ്. गोपू ने उस TV में 26 जनवरी की परेड देखी थी. ഗോപു ടിവിയിൽ ജനുവരി 26ന്റെ പരേഡ് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ജനുവരി 26 എന്ന് പറഞ്ഞ റിപ്പബ്ലിക് ഡേ. बड़ी बड़ी तोपें, नाचते लड़के लड़कियां, झांकियां और पता नहीं कहां से आती एक आवाज जो सारा दृश्य समझा रही थी. തോപ്പേം പീരങ്കി, ഝാങ്കിയ എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക എന്നാണ്. ഇവിടെ ദൃശ്യങ്ങൾ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. വലിയ വലിയ പീരങ്കികൾ, നൃത്തം ചെയ്യുന്ന കുട്ടികൾ, അങ്ങനെ ഒരുപാട് ദൃശ്യങ്ങൾ. അതിന് കൂടെ തന്നെ ഒരു ശബ്ദം ടിവിയുടെ ഏതൊരു ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. ആ ശബ്ദം എല്ലാ ദൃശ്യവും മനസ്സിലാക്കി തരുന്നുണ്ട്. ജാദു ഥാ ജാദു, ജാദു മാജിക്. TV ഒരു മാജിക് തന്നെയായിരുന്നു. तो गोपू ने यह बात अपने दोस्त लल्लू को और लल्लू ने चुन्नी को बताई. അങ്ങനെ ഗോപു ഈ കാര്യങ്ങളെല്ലാം തന്റെ സുഹൃത്തായ ലല്ലുവിനോടും ലല്ലു ഇതെല്ലാം ചുന്നിയോടും പറഞ്ഞു. लल्लू और चुन्नी को दूसरे गांव जाकर TV देखने का गोपू का आइडिया पसंद आया. പസന്ത് ഇഷ്ടം. ലല്ലുവിനും ചുന്നിക്കും TV കാണാനായി മറ്റൊരു ഗ്രാമത്തിൽ പോവാനുള്ള ഗോപുവിന്റെ ഐഡിയ ഒരുപാട് ഇഷ്ടമായി. ज्यादा देर नहीं लगेगी इसका गोपू को अंदाजा था. ദർ ലേറ്റ് ആവുക, അന്താസ ഊഹിച്ചു പറയുക അല്ലെങ്കിൽ ഏകദേശ നിർണയം. ഗോപു പറയുകയാണ്,
ഒരുപാട് ലേറ്റ് ആവില്ല. പക്ഷേ ഇത് അവന്റെ ഒരു ഏകദേശ നിർണയം മാത്രമായിരുന്നു. दोपहर को निकले तो शाम तक वापस आ जाएंगे. दोपहर ഉച്ച, ഷാം സന്ധ്യ. ഉച്ചയ്ക്ക് പുറപ്പെട്ടാൽ സന്ധ്യ ആവുമ്പോഴേക്കും തിരിച്ചെത്താം. വാപ്പസ് ആന തിരിച്ചു വരിക. ചുന്നി യഹ് ബാത്ത് കിസി കോ ന ബതായെ इसलिए गोपू ने उसको 2 मकोड़ों की कसम भी खिलाई. മക്കോട എന്ന് പറഞ്ഞാൽ ചെറിയ പ്രാണി അല്ലെങ്കിൽ പുഴു. കസം ഖാന സത്യം ചെയ്യുക. ചുന്നി ഇക്കാര്യം മറ്റാരോടും പറയാതിരിക്കാൻ ഗോപു 2 മക്കോടെ എടുത്ത് സത്യം ചെയ്യിപ്പിച്ചു. ചുന്നിക്കോ മക്കോടെ ബഹുത്ത് പസന്ത് ഥേ. പസന്ത് ഇഷ്ടം. ചുന്നിക്ക് മക്കോട ഒരുപാട് ഇഷ്ടമായിരുന്നു. और उनकी झूठी कसम वो कभी नहीं खाती. झूठी കള്ളം. അതുകൊണ്ട് തന്നെ അസത്യം അവൾ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. और यूं अपनी अपनी माओं के सोते ही तीनों टीवी वाले पहाड़ की तरफ निकल पड़े. അങ്ങനെ 3 പേരുടെയും അമ്മമാര് ഉറങ്ങിയ സമയം നോക്കി ഇവര് टीवी കാണാനായി പുറപ്പെട്ടു. बड़ी मुश्किल से पहाड़ चढ़कर उस पार पहुंचे ही थे कि अचानक सामने बड़ी सी बस आ गई. മുഷ്കിൽ കഷ്ടപ്പാട്, ചടുക്കർ കയറുക, അചാനക് പെട്ടെന്ന്. വളരെ കഷ്ടപ്പെട്ട് മല കയറി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വേഗത്തിൽ ഒരു ബസ് വന്നു. ചുന്നി തോ ആകെ നിക്കൽ ഗയി. ചുന്നി ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി. पर ഗോപു और ലല്ലു ठगे से खड़े रह गए. പക്ഷേ ഗോപുവും ലല്ലും അവിടെ തന്നെ നിന്നു. ബസ് വാലേനെ झटके से ബ്രേക്ക് ലഗായി. झटके से ശക്തിയോടെ അല്ലെങ്കിൽ വേഗത്തിൽ. ഡ്രൈവർ വേഗത്തിൽ ബ്രേക്ക് ചവിട്ടി. और मुंह बाहर निकालकर फटकारा भी. ഫട്കാര വഴക്കു പറയുക. അദ്ദേഹം തല പുറത്തേക്കിട്ട് ഇവരെ വഴക്കു പറഞ്ഞു. ചുന്നിനെ ഭി മൗക്ക ദേക്കർ ഡാണ്ട് ലഗാ ദി. മൗക്ക അവസരം, ഡാണ്ട് വഴക്ക്. ചുന്നിയും അവസരം കിട്ടിയപ്പോൾ ഇവരെ വഴക്കു പറഞ്ഞു. और अब से हाथ पकड़कर संग चलने को कहा. അതിനുശേഷം 3 പേരും ഒന്നിച്ച് കൈപിടിച്ച് നടക്കാമെന്ന് പറഞ്ഞു. സംഗ് ചലന ഒന്നിച്ച് നടക്കുക. മനോഹർ ചാച്ച കാ ഗാവ് അബ് ദൂർ നിഹി താ. മനോഹർ ചാച്ചയുടെ ഗ്രാമം ഇനി ഒരുപാട് ദൂരത്തൊന്നുമല്ല. പഹാഡോ മേ രാസ്ത ഢൂണ്ഡന നിഹി പടുത്ത ഖുദ് ബൻ ജാത്താ ഹെ. പർവ്വത പ്രദേശങ്ങളിലും വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തി പോകണം. गोपू को पता था कि इस मोड़ के थोड़ा आगे सब्जी मंडी है. സബ്ജി മണ്ടി വെജിറ്റബിൾ മാർക്കറ്റ്. ഗോപുവിനറിയാം ഈ വളവ് കഴിഞ്ഞാൽ വെജിറ്റബിൾ മാർക്കറ്റ് ആണ്. उसी के पीछे वाले रास्ते से वो घर आता है जहां उसे टीवी का दर्शन हुए थे. അതിന് പിറകിലുള്ള വഴിയിലൂടെയാണ് അവൻ വീട്ടിലേക്ക് പോയത്. അവിടെയായിരുന്നു അവൻ ടിവി കണ്ടത്. സബ്ജി മണ്ടി മേം ആജ് ബഹുത്ത് ഭീഡ് ഥി. ഭീഡ് തിരക്ക്. മാർക്കറ്റിൽ ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. ചുന്നി തോട ഡർ ഗയി. തോട അല്പം, ഡർ ഭയം. ചുന്നി അല്പം പേടിച്ചിട്ടുണ്ട്. गोपू ने उसका हाथ पकड़ लिया और उसे टीवी के जादू के बारे में बताने लगा. ഗോപു അവളുടെ കൈ പിടിച്ചു. പക്കടിന പിടിക്കുക. എന്നിട്ട് ടിവിയുടെ മാന്ത്രികതയെക്കുറിച്ച് അവളോട് പറഞ്ഞു. गोपू को मनोहर चाचा के घर की पहचान थी क्योंकि उसकी छत पर एक सुंदर सा लहराता एंटीना लगा हुआ था. ഗോപുവിന് മനോഹർ ചാച്ചയുടെ വീട് ഓർമ്മയുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വീടിന്റെ മേൽക്കൂരയിൽ, ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര, മേൽക്കൂരയിൽ സുന്ദരമായ, ലഹരാത്ത എന്ന് പറഞ്ഞാൽ ശരിക്കും തിരമാല എന്നാണ് അർത്ഥം. ഇവിടെ ശോഭയുള്ള, മനോഹർ ചാച്ചയുടെ വീടിന് മുകളിലായിട്ട് ശോഭയുള്ള ഒരു ആന്റിനയുണ്ട്. पर ये क्या? പക്ഷേ ഇതെന്താ? इस सड़क की तो हर मुंडेर पर वैसे ही एंटीना था. മുണ്ടേർ പാരപ്പറ്റ് ആണ്. പക്ഷേ ഈ റോഡിന്റെ എല്ലാ പാരപ്പറ്റിലും അതുപോലത്തെ ആന്റിന ഉണ്ട്. ഗോപുനെ ഏക് ദോ ഘരോं में झांक कर पहचानने की कोशिश भी की. झांक कर എത്തി നോക്കുക. ഗോപു 1-2 വീട്ടിലേക്ക് എത്തി നോക്കി. എന്തിനാണ്? മനോഹർ ചാച്ചയുടെ വീടാണോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലേക്കിൻ യഹാം തോ സബ് ഘർ ഭി ഏക് സേ ഥേ. പക്ഷേ ഇവിടെ എല്ലാ വീടും ഒരുപോലെയുണ്ട്. ഓ ആന്റിന യഹി തോ ഉസ്കി നിശാനി ഥി. നിശാനി അടയാളം. ഗോപുവിന്റെ അടയാളം എന്ന് പറയുന്നത് ആന്റിനയായിരുന്നു. പക്ഷെ ഇവിടെ എല്ലാവരുടെയും വീടിന്റെ മുകളിലും ആന്റിനയുണ്ട്. അബ് ഗോപു കി ഭി റുആയി ചൂട്ട് ഗയി. ഇപ്പോൾ ഗോപുവും കരയാനായിട്ട് തുടങ്ങി. ഉസേ റോത്താ ദേഖ് ചുന്നി ഓർ ലല്ലു ഭി റോനെ ലഗേ. അവൻ കരയുന്നത് കണ്ടിട്ട് ചുന്നിയും ലല്ലുവും കരയാൻ തുടങ്ങി. ബീച്ച് സടക് മേം 3 ബച്ചോं को रोता देख तुरंत ही लोग जमा हो गए. ബീച്ച്
ഇടയിൽ, തുരന്ത് പെട്ടെന്ന്, ജമാന ഒത്തുചേരുക. റോഡിന് നടുക്കിലായി കുട്ടികൾ കരയുന്നത് കണ്ടിട്ട് വേഗം തന്നെ ആളുകൾ അവിടേക്ക് ഒത്തുകൂടി. और സവാൽ ഏവം ദുലാൽ ബർസാനെ ലഗെ, എന്നിട്ട് അവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബരസ്ന പെയ്യുകയാണ്. ഇവിടെ ചോദ്യങ്ങളുടെ ഒരു വർഷ തന്നെ ഉണ്ടായി എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഗോപുനെ ബത്തായ കി വേ ലോഗ് മനോഹർ ചാച്ചാക്കെ ഗർ ടിവി ദേഖ്നെ ആയേ थे. ഗോപു പറഞ്ഞു അവർ മനോഹർ ചാച്ചയുടെ വീട്ടിൽ ടിവി കാണാനായിട്ട് വന്നതായിരുന്നു. ലേക്കിൻ യഹാം തോ സബ്കെ ഗർ ഹി ടിവി ഹേ, പക്ഷേ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ടിവി ഉണ്ട്. ചുന്നിനെ കഹാ കി യേ ഗോപു കാ ഹി ഐഡിയ था. ചുന്നി പറഞ്ഞു ഇത് ഗോപുവിന്റെ ഐഡിയ ആയിരുന്നു. ലല്ലുനെ കഹാ കി ഉസെ അബ് ടിവി നഹി ദേഖ്ന ഗർ ജാനാ ഹേ. ലല്ലു പറഞ്ഞു അവനെ ഇനി ടിവി കാണണ്ട, വീട്ടിലേക്ക് പോയാൽ മതി. ജൽദി ഹി മനോഹർ ചാച്ച ബി ആ ഗയേ ജോ ഹൈരാൻ थे. മനോഹർ ചാച്ച പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് എത്തി. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു. കി തീൻ ചോട്ടെ ബച്ചെ ഇത്തനി ദൂർ സെ ടിവി ദേഖ്നെ ആയേ ഹേ. എന്തെന്നാൽ ഇത്രയും ചെറിയ കുട്ടികൾ ടിവി കാണാനായിട്ട് ഇത്രയും ദൂരത്തോളം വന്നല്ലോ. तीनों के घर खबर भिजवा दी गई कि परेशान न हो. ഖബർ വാർത്ത, 3 പേരുടെയും വീട്ടിലേക്ക് അറിയിച്ചു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാബ ബി ആ ഗയേ, ബാബയും എത്തി. और तय हुआ कि आज टीवी देखकर ही वापस जाएंगे. തൈ കർണ തീരുമാനിക്കുക. അങ്ങനെ അവർ തീരുമാനിച്ചു ഇന്ന് ഇനി ടിവി കണ്ടിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. തീനോം ചാവ് സെ ബൈഠേ. ചാവ് ഉത്സാഹം, 3 പേരും ഉത്സാഹത്തോടു കൂടിയിരുന്നു. और टीवी का बटन दबाया गया. ടിവിയുടെ സ്വിച്ച് ഓൺ ചെയ്തു. एक जादुई आवाज आई. ഒരു മാന്ത്രിക ശബ്ദം പുറത്തേക്ക് വന്നു. और बक्से के कांच पर हल्की सी रोशनी की हलचल हुई. हल्की सी എന്ന് പറഞ്ഞാൽ നേരിയ. ബോക്സിന്റെ കണ്ണാടിയുടെ ഉള്ളിൽ നേരിയ വെളിച്ചം വരാൻ തുടങ്ങി. ഗോപു കി ആംഖേം ചൗഡി ഹുയി. ചൗഡി ഹുയി വലുതായി, ഗോപുവിന്റെ കണ്ണുകൾ വലുതായി. പർ തബി ബിജലി ചലി ഗയി. പക്ഷേ അപ്പോഴത്തേക്കും കരണ്ട് പോയി. ബിജലി എന്ന് പറഞ്ഞാൽ വൈദ്യുതി, അതുപോലെ തന്നെ മിന്നൽ. ഇവിടെ വൈദ്യുതി എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ടിവി എന്ന പട്കഥയുടെ കഥാരൂപം. ഇനി നമുക്ക് പട്കഥ അല്ലെങ്കിൽ തിരക്കഥയിലേക്ക് കടക്കാം. ഒരു കഥയിൽ നിന്ന് തിരക്കഥ രൂപപ്പെടുമ്പോൾ പ്രധാനമായും ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. തിരക്കഥ വിവിധ സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോ സീനുകളായി വിഭജിച്ചാണ് നമ്മൾ എഴുതുക. ഒരു സീൻ എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്ഥാൻ, സമയ്, സന്ദർഭ്. അതായത് ആ സീൻ നടക്കുന്ന സ്ഥലം, അപ്പോഴത്തെ സമയം, പിന്നെ അവിടെയുള്ള സന്ദർഭം, എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ. ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കഥാപാത്രങ്ങളുടെ വേഷഭൂഷ, ആയു, അതായത് കഥാപാത്രത്തിന്റെ വസ്ത്രധാരണം, അവരുടെ വയസ്സ്, ഇക്കാര്യങ്ങളെല്ലാം ഒരു പട്കഥ എഴുതുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. സീൻ 1, ആദ്യത്തെ ദൃശ്യം. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്. ബാഹർ പുറത്ത്, കച്ചി സടക് മൺപാത, ഗോപുവിന്റെ വീടിന് പുറമേയുള്ള മൺപാത. ദോപഹർ കെ 2 ബജേ ഹെ. ദോപഹർ ഉച്ച, സമയം ഉച്ചയ്ക്ക് 2 മണിയായി. പഹാഡി ഇലാക്ക. പഹാഡി പർവ്വതം, ഇലാക്ക പ്രദേശം. പഹാഡി ഇലാക്ക പർവ്വത പ്രദേശം. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹെ. ഫൈൽന പരക്കുക അല്ലെങ്കിൽ വ്യാപിക്കുക. ഒരുപാട് ദൂരത്തോളം പർവ്വതം പരന്നു നിൽക്കുന്നതായിട്ട് കാണാം. കരീബൻ 8-10 साल की उम्र के 3 बच्चे गोपू, चुन्नी और लल्लू कच्चे रास्ते पर खड़े हैं. करीबन ഏകദേശം, ഉമ്ര വയസ്സ്, ഖഡേ ഹെ നിൽക്കുക. ഏകദേശം 8-10 വയസ്സിന് ഇടയിലുള്ള 3 കുട്ടികൾ, ഗോപു, ചുന്നി ഓർ ലല്ലു, ഇവർ 3 പേരും ആ മൺപാതയിൽ നിൽക്കുന്നുണ്ട്. ഗോപു ദേഖ്നെ സെ ബാക്കി ദോനോ പർ ഹാവി ലഗ്താ ഹെ. ഹാവി ലഗ്ന എന്ന് പറഞ്ഞാൽ അധികാരം അല്ലെങ്കിൽ ആധിപത്യം എന്നാണ്. ഇവിടെ വരുമ്പോൾ ഗോപു നോട്ടത്തിൽ തന്നെ മറ്റു 2 കുട്ടികളെക്കാളും മുതിർന്നവനാണ്. വ ജമീൻ പർ ഝുകാ ഹെ और कुछ उठाने की कोशिश कर रहा है. ജമീൻ നിലം, ഝുക്ന കുനിയുക, ഉഠാന എടുക്കുക, കോശിഷ് കർണ പരിശ്രമിക്കുക. അവൻ നിലത്ത് കുനിഞ്ഞു നിന്ന് എന്തോ എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഉസ്കെ ഹാത്ത് മേ മക്കോഡ ഹെ. മക്കോഡ
ചെറിയ പുഴു, അവന്റെ കയ്യിൽ ചെറിയ പുഴുവുണ്ട്. ഗോപു ചുന്നിക്കോ മക്കോട പകടാത്തെ ഹുയെ. പക്കടന പിടിക്കുക, പകടാന പിടിപ്പിക്കുക. ഗോപു ചുന്നിയെ കൊണ്ട് മക്കോട പിടിപ്പിച്ചിട്ട് പറയുകയാണ്, യേ ലേ തേരാ പ്യാര മക്കോട. ഇതാ നിന്റെ പ്രിയപ്പെട്ട മക്കോട. അബ് ഖാ ഇസ്കി കസം. കസം ഖാന സത്യം ചെയ്യുക. ഇനി ഇതിനെ തൊട്ട് സത്യം ചെയ്യൂ. ചുന്നി പറയാണ്, മുസ്കുരാക്ക മക്കോട പകടത്തെ ഹുയെ. മുസ്കുരാന ചിരിക്കുക. ചിരിച്ചോണ്ട് മക്കോട പിടിക്കുകയാണ്. കേസെ ഖാനി ഹേ. എങ്ങനെ ചെയ്യണം, അതായത് എങ്ങനെ സത്യം ചെയ്യണം. ഗോപു പറയാണ്, അരേ ജൈസെ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൾ മേൻ കസം ഖാത്തി ഹും. മാസ്റ്റർ ജി പറയുന്ന പോലെ പറയും, ഞാൻ സത്യം ചെയ്യുന്നു. ചുന്നി മേൻ കസം ഖാത്തി ഹും. ചുന്നി ഗോപു പറയുന്നത് പോലെ പറയാണ്, ഞാൻ സത്യം ചെയ്യുന്നു. ഗോപു പറയാണ്, കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായേങ്കെ. ചുപ്കേസെ ആരോടും പറയാതെ അല്ലെങ്കിൽ മിണ്ടാതെ, നമ്മൾ ആരും അറിയാതെ മറ്റൊരു ഗ്രാമത്തിൽ പോകും. ചുന്നി പറയാണ്, കി ഹം ചുപ്കേസെ ദൂസരെ ഗാവ് ജായേങ്കെ. ഗോപു പറയുന്നത് തന്നെ ആവർത്തിച്ച് പറയാണ്. ഗോപു ഔർ ചുപ്കേസെ ടി വി ദേക്ക് ആയെങ്കെ. അങ്ങനെ ആരോടും പറയാതെ ടി വി കണ്ട് തിരിച്ചു വരും. ചുന്നി ഹസി റോക്തേ ഹുയെ. റോക്ന തടസ്സം സൃഷ്ടിക്കുക, നിർത്തുക. ചുന്നി ചിരി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഔർ ചുപ്കേസെ ടി വി ദേക്ക് ആയെങ്കെ. നമ്മൾ ആരും അറിയാതെ ടി വി കണ്ട് തിരിച്ചു വരും. ഗോപു ഔർ യഹ് ബാത് കിസിക്കോ നഹി ബതായെങ്കെ മാംകോ ഭി. ഈ കാര്യം നമ്മൾ ആരോടും പറയരുത്. മാംകോ ഭി, അമ്മയോട് പോലും പറയരുത്. ലല്ലു ബീച്ച് മേ ടോക്ക് കർ. ടോക്ന തടസ്സം സൃഷ്ടിക്കുക, ബീച്ച് മേ ടോക്ക് കർ ഇടയ്ക്ക് കയറി പറയുക. മാംകോ കേസെ ബതായെങ്കെ മാം തോ സോ രഹി ഹെ. അമ്മയോട് എങ്ങനെ പറയാനാണ്, അമ്മ ഉറങ്ങുകയാണല്ലോ. ഗോപു ഹാ മാം തോ സോ രഹി ഹെ. അതെ, അമ്മ ഉറങ്ങുകയാണ്. അബ് മക്കോട രഖ് ദേ. ഇനി മക്കോട അവിടെ വെച്ചോളൂ. ചുന്നി മക്കോട രഖ് ദേത്തി ഹെ. ഹാത്ത് ഝാഡ്തി ഹെ. ചുന്നി മക്കോട അവിടെ വെക്കുന്നു. ഝാഡ്ന വൃത്തിയാക്കുക. ഹാത്ത് ഝാഡ്തി ഹെ എന്ന് പറഞ്ഞാൽ കൈ തട്ടുക. ഗോപു ആകെ ബഡ്ത്തെ ഹുയെ. ആകെ മുന്നോട്ട്. ആകെ ബഡ്ത്തെ ഹുയെ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുക. തോ ഫിർ ചലോ, എന്നാൽ നമുക്ക് പോകാം. തീനോ ബച്ചെ കച്ചി സടക്ക് പർ ആകെ ബഡ് ജാത്തെ ഹെ. 3 കുട്ടികളും കച്ചി സടക്കിലൂടെ, അതായത് ആ മൺപാതയിലൂടെ മുന്നോട്ട് പോകുന്നു. സീൻ 2, രണ്ടാമത്തെ ദൃശ്യം. പഹാഡ് കി പകഡണ്ടി. പകഡണ്ടി നടപ്പാത. പഹാഡ് കി പകഡണ്ടി പർവ്വത പ്രദേശത്തെ നടപ്പാത. ദോപഹർ കെ 3 ബജെ ഹെ. ദോപഹർ ഉച്ച. സമയം ഉച്ചയ്ക്ക് 3 മണിയായി. ബच्चे मेहनत से पहाड़ की पगडंडी चढ़ रहे हैं. मेहनत से കഷ്ടപ്പെട്ട്, ചടന കയറുക. കുട്ടികൾ കഷ്ടപ്പെട്ട് ആ നടപ്പാത കയറുകയാണ്. സാമനെ വാലി एक चोटी पर टीवी टावर दिख रहा है. സാമനെ വാലി അടുത്തുള്ള, ചോട്ടി പീക്ക് അല്ലെങ്കിൽ കൊടുമുടി, അവിടെ അടുത്തുള്ള ഒരു കൊടുമുടിയിൽ ടി വി ടവർ കാണാം. ഗോപു പറയാണ്, ദേഖാ യഹി വോ ടവർ ഹെ ജിസ്സെ ടി വി ആത്താ ഹെ. ഗോപു അവരോട് പറയുന്നു, കണ്ടോ, ഈ ടവറിൽ നിന്നാണ് ടി വി വരുന്നത്, അതായത് സിഗ്നൽ വരുന്നത്. ലല്ലു ആത്താ കഹാസെ. ആത്താ ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോ ജാത്തെ. എവിടുന്നാണ് വരുന്നത്? അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ മറ്റൊരു ഗ്രാമത്തിൽ പോകുന്നത്? ഗോപു പറയാണ്, ചുന്നി യ ലല്ലു എക്ദം ലല്ലു ഹെന. ഗോപു ചുന്നിയോട് പറയാണ്, ഈ ലല്ലു ഒരു ലല്ലു തന്നെയാണല്ലോ, അതായത് കളിയാക്കി പറയാണ്. बाबा ने बताया था ना कि इसी टावर से दूसरे गांव में टीवी आता है, और क्योंकि हमारा गांव पहाड़ के इस तरफ है, हमारे में नहीं आता. ബാബ അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഈ ടവറിൽ നിന്നാണ് മറ്റേ ഗ്രാമത്തിലേക്ക് സിഗ്നൽ കിട്ടുന്നത്. നമ്മുടെ ഗ്രാമത്തിൽ കിട്ടാത്തതിന് കാരണം നമ്മുടെ ഗ്രാമം പർവ്വതത്തിന്റെ മറുഭാഗത്താണ്. ചുന്നി हाँ मेरे बापू ने तो बक्सा और एंटीना भी खरीद लिया था. ചുന്നി പറയാണ്, എൻ്റെ അച്ഛൻ, ബക്സ എന്ന് പറഞ്ഞാൽ ബോക്സ് ആണ്. എൻ്റെ അച്ഛൻ, അതായത് ടി വിന്റെ ബോക്സ്, ടി വി എന്നുള്ള അർത്ഥം. എൻ്റെ അച്ഛൻ ടിവിയും ആന്റിനയും എല്ലാം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഹംനെ ആന്റിന കോ സബ് തരഫ് ഗുമായ പർ ടിവി പകടാ ഹി നഹി. ഹംനെ ഞങ്ങൾ, ആന്റിന കോ ആന്റിനയെ, സബ് തരഫ് എല്ലാ ദിശയിലേക്കും, ഗുമായ ഘുമാന കറക്കുക. ഞങ്ങൾ ആന്റിന എല്ലാ ഭാഗത്തേക്കും കറക്കി നോക്കി, പക്ഷെ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടിയതേ ഇല്ല. പക്കട എന്ന് പറഞ്ഞാൽ പിടിക്കുക എന്നാണ്.
ഇവിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടിയില്ല. ഗോപു ടി വി തോ ജാദു ഹെ. ജാദു മാജിക്. ടി വി ഒരു മാജിക് തന്നെയാണെന്ന് ഗോപു പറയാണ്. ഐസെ തോടി സേ പക്കടേഗ. അങ്ങനെ കുറച്ച് മാത്രമേ കിട്ടുള്ളൂ. ഹായ് ക്യാ ചീസ് ഹെ ടി വി. ടി വി ഒരു അത്ഭുതം തന്നെയാണ്, ഒരു വിചിത്രമാണ് എന്നുള്ള രീതി പറയാണ്. ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നുള്ള മീനിങ് ആണ്. ഗോപു ടി വി की यादों में खोया हुआ आगे बढ़ता है. യാദ് ഓർമ്മ, ഖോന മുഴുകുക. ഗോപു ടി വിയുടെ ഓർമ്മകളിൽ മുഴുകി മുന്നോട്ടേക്ക് പോവുകയാണ്. ബാക്കി ദോനോം ഉസ്കെ പീച്ചെ പീച്ചെ ചൽ രഹേ ഹെ. മറ്റു രണ്ടുപേരും അവന്റെ പിറകെ നടക്കുകയാണ്. സീൻ 3, മൂന്നാമത്തെ ദൃശ്യം. മനോഹർ ചാച്ച കെ ഘർ കാ കമറ. കമറ റൂം. മനോഹർ ചാച്ചയുടെ വീട്ടിലെ റൂം. സുബഹ് കെ 8 ബജെ. സുബഹ് രാവിലെ, സമയം രാവിലെ 8 മണി. टीवी पर 26 जनवरी की परेड आ रही है. ടിവിയിൽ 26 ജനുവരി 26ന്റെ പരേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 26 നമുക്കറിയാം റിപ്പബ്ലിക് ഡേ. ഗോപു और उसके बाबा टकटकी लगाए देख रहे हैं. टकटकी लगाए എന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. ഗോപുവും അവന്റെ ബാബയും തുറിച്ച് ടിവിയിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. മനോഹർ ചാച്ച ബഗൽ മേ ബൈഠേ ഹെ. ബഗൽ മേ എന്ന് പറഞ്ഞാൽ അടുത്ത്. മനോഹർ ചാച്ച അവരുടെ അടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ടി വി മേ ഝാങ്കിയാം ചൽ രഹി ഹെ. ഝാങ്കിന എന്ന് പറഞ്ഞാൽ എത്തി നോക്കുക എന്നാണ്. ഝാങ്കിയ എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങൾ. ടിവിയിൽ ഒരുപാട് ദൃശ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. और एक കമന്ററി ബി. അതിന്റെ കൂടെ ഒരു കമന്ററിയും ഉണ്ട്. ടി വി സേ ആത്തി കമന്ററി. ടിവിയിൽ നിന്ന് വരുന്ന കമന്ററി ആണ്. और यही है झांकी असम राज्य की. രാജ്യ സംസ്ഥാനമാണ്. ടിവിയിൽ നിന്ന് വരുന്ന കമന്ററി ആണ്. ഇത് ആസാമിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആകെ ആകെ ബിഹു നൃത്യ കർത്തി മഹിളായെ. ബിഹു നൃത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തിരുവാതിരയൊക്കെ പോലെ ആസാമിലുള്ള ഒരു നൃത്യരൂപമാണ് ബിഹു. അപ്പം ഈ ദൃശ്യത്തിന് കൂടെ തന്നെ ഒരുപാട് ബിഹു നൃത്യം ചെയ്യുന്ന സ്ത്രീകളെയും കാണാം. മഹിളാ സ്ത്രീകൾ. ഗോപു പറയാണ്, ബാബ ഈ ആവാസ് കഹാസെ ആ രഹി ഹെ. ഗോപു അവന്റെ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛ ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? മനോഹർ ചാച്ച അദ്ദേഹം പറയാണ്, യബി ടി വി സെ ആ രഹി ഹെ ഗോപുലാൽ. ഗോപുലാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ചുകൂടെ ഓമനിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദമാണ് ഗോപുലാൽ. മനോഹർ ചാച്ച പറയാണ്, ഈ ശബ്ദവും ടി വി നിന്നാണ് വരുന്നത് ഗോപു. ഗോപു പറയാണ്, ജാദു ഹേന. ടി വി ഒരു മാജിക് തന്നെയാണല്ലേ. സീൻ 4, നാലാമത്തെ ദൃശ്യം. പഹാഡി സടക്. സടക് റോഡ്. പഹാഡി സടക് പർവ്വത പ്രദേശത്തെ റോഡ്. ശ്യാം കെ 4 ബജേ ഹെ. ശ്യാം സന്ധ്യ. സമയം സന്ധ്യയ്ക്ക് 4 മണിയായി. തീനോ ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹെ. കിനാരെ അരികിലൂടെ. 3 കുട്ടികളും റോഡിനരികിലൂടെ നടക്കുകയാണ്. ഗോപു പറയാണ്, ജാദു ഥാ സച്ച്മുച്ച്. സച്ച്മുച്ച് വാസ്തവത്തിൽ. വാസ്തവത്തിൽ ടി വി ഒരു മാജിക് തന്നെയായിരുന്നു. ചലോ അബ് സടക് പാർ കർണി ഹെ. പാർ കർണ ക്രോസ് ചെയ്യുക. വരൂ ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. സടക് പാർ കർണേ കി കോശിഷ്. കോശിഷ് ശ്രമിക്കുക. കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സാമനെ സെ തേസി സെ ഏക് ബസ് ആത്തി ഹെ. തേസി സെ സ്പീഡിൽ. അപ്പൊ അവരുടെ അടുത്തേക്ക് വേഗത്തിൽ ഒരു ബസ് വരികയാണ്. ചുന്നി ദൗഡ്കർ പാർ കർ ലേത്തി ഹെ. ദൗഡ്കർ ഓടിയിട്ട്. ചുന്നി ഓടി വേഗം റോഡ് ക്രോസ് ചെയ്തു. ഗോപു और ലല്ലു ഖടേ രഹ് ജാത്തെ ഹെ. പക്ഷെ ഗോപു ലല്ലും അവിടെ തന്നെ നിൽക്കുകയാണ്. ബസ് മേ ജോർ സെ ബ്രേക്ക് ലഗ്താ ഹെ. ജോർ സെ ശക്തിയോടെ. ബസ് ശക്തിയോടെ ബ്രേക്ക് ചവിട്ടുന്നു. ഡ്രൈവർ ഗുസ്സേ മേ സിർ ബാഹർ നിക്കാൽത്താ ഹെ. ഗുസ്സേ മേ എന്ന് പറഞ്ഞാൽ ദേഷ്യത്തോടു കൂടി. സിർ തല. ബാഹർ നിക്കാൽന പുറത്തേക്കിടുക. ഡ്രൈവർ ദേഷ്യത്തോടു കൂടി തല പുറത്തേക്കിടുന്നു. ഡ്രൈവർ അബേ ദേക്കേ ചലോ. അദ്ദേഹം ദേഷ്യത്തോടു കൂടി പറയാണ്, നോക്കി നടക്ക്. ഗോപു और ലല്ലു ജൽദി സെ സടക് പാർ കർത്തെ ഹെ. ഗോപുവും ലല്ലുവും വേഗത്തിൽ റോഡ് ക്രോസ് ചെയ്യുന്നു. ചുനി പറയാണ്, തും ലോഗ് സച്ച് മേ ചോട്ടെ ബച്ചേ ഹോ. സടക് പാർ കർന ഭി നഹി ആത്ത. നിങ്ങൾ ശരിക്കും ചെറിയ കുട്ടികളാണോ? റോഡ് ക്രോസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് അറിയില്ലേന്ന് കളിയാക്കി ചോദിക്കുകയാണ്. ഗോപു ജേംതേ ഹുയേ. ജേംതേ ഹുയേ എന്ന് പറഞ്ഞാൽ നാണിച്ചുകൊണ്ട് പറയുകയാണ്. ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹെ. വേഗത്തിൽ നടക്ക്, നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. സീൻ 5, അഞ്ചാമത്തെ ദൃശ്യം. കസ്ബെ കി സബ്ജി മണ്ഡി. കസ്ബെ ചെറിയ ടൗൺ ആണ്. സബ്ജി മണ്ഡി വെജിറ്റബിൾ മാർക്കറ്റ്. ശ്യാം കെ 5 ബജേ ഹെ.
സന്ധ്യയ്ക്ക് 5 മണിയായിട്ടുണ്ട് സമയം. ലല്ലു സബ്ജി മണ്ഡി കി ഭീഡ് മേ തോടാ പീച്ചെ രഹ് ഗയാ ഹെ. ഭീഡ് തിരക്ക്, തോടാ അല്പം. ലല്ലു വെജിറ്റബിൾ മാർക്കറ്റിന്റെ തിരക്ക് കാരണം കുറച്ച് പിന്നിലായിട്ടുണ്ട്. ഗോപു ഔർ ചുന്നി ആകെ ചൽ രഹേ ഹെ. ഗോപു ചുന്നിയും മുന്നോട്ട് നടക്കുന്നു. ചുന്നി ഡരി ഹുയി ഹെ. ഡർന പേടിക്കുക. ചുന്നി ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ചുന്നി തുമ്നെ കഹാ താ ജൽദി പഹുഞ്ചേങ്കെ. നീയല്ലേ പറഞ്ഞത് നമ്മൾ വേഗത്തിലെത്തും. ശാം തക് വാപ്പസ് ആയെങ്കെ. സന്ധ്യ ആവുമ്പോഴേക്കും തിരിച്ചു വരും. വാപ്പസാന തിരിച്ചു വരിക. ഗോപു ബസ് ആനെ വാലാ ഹെ മനോഹർ ചാച്ചാ കാ ഘർ. ഗോപു പറയാണ് ദാ മനോഹർ ചാച്ചയുടെ വീട് എത്താനായി. ചുന്നി എക് ലംബെ ആദ്മി സെ ടക്കരാ ജാത്തി ഹെ. ലംബെ നീളം കൂടിയ, ടക്കർന കൂട്ടിമുട്ടുക. ചുന്നി ഒരു വലിയ ആളായിട്ട് കൂട്ടിമുട്ടുന്നു. വോ ആദ്മി ജൽദി മേ ഹെ. ജൽദി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ. അദ്ദേഹം കുറച്ച് തിരക്കിലാണ്. സംഭാൽത്തെ ഹുയെ ആകെ ബഡ് ജാത്താ ഹെ. അദ്ദേഹം ഒന്നുകൂടി ശ്രദ്ധിച്ച് മുന്നോട്ട് നടക്കുന്നു. ചുന്നി റുവാസി ഹോക്കർ. റുവാസി ഹോക്കർ എന്ന് പറഞ്ഞാൽ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കബ്സെ കർ രഹേ ഹോ ആനെ വാലാ ഹെ. നീ എത്ര നേരമായി പറയുന്നു എത്തിപ്പോയെന്ന്. ഗോപു പീച്ചെ മുടുക്കർ. മുടന തിരിയുക. ചുന്നി പിറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്. അരേ യേ ലല്ലു കഹാ രഹ് ഗയാ. പറയാണ് ഈ ലല്ലു എവിടെ പോയി. ഓർ തു റോ മത്, അബ് ടിവി ദേഖ്നാ ഹെ നാ. ഗോപു പറയാണ് നീ കരയല്ലേ. മത്ത് അരുത്. നീ കരയല്ലേ. ടിവി കാണണ്ടേ നിനക്ക്. ഉസ്മേ പതാ ഹെ ലോഗ് ബക്സെ കെ അന്തർ ബന്ദ് ഹോത്തെ ഹെ. നിനക്കറിയോ. പത എന്ന് പറഞ്ഞാൽ അറിയുക. അവിടെ ആളുകള് ഒരു ബോക്സിന്റെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയായിരിക്കും. ചോട്ടെ ചോട്ടെ ദിക്തേ ഹെ തേരെ മക്കോടെ കി തരവ്. അവരെ എല്ലാവരും ചെറുതായിട്ടാണ് കാണപ്പെടുക, നിന്റെ മക്കോട പോലെ. ലല്ലു ദിക്താ ഹെ. ലല്ലുവിനെ ഇപ്പോൾ കാണാം. ഏ ലല്ലു ജൽദി ആന. അപ്പൊ ലല്ലുവിനോട് പറയാണ് ഗോപു ലല്ലു വേഗത്തിൽ വാ. ലല്ലു ദൗഡ്താ ഹുവാ ആത്താ ഹെ. ലല്ലു ഓടി അവരുടെ അടുത്തേക്ക് വരികയാണ്. തീനോം ഹാത്ത് പക്കടുക്ക ചലനെ ലഗ്തേ ഹെ. 3 പേരും കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. സീൻ 6. ദൃശ്യം കസ്ബെ കി ഗലി. ഗലി എന്ന് പറഞ്ഞാൽ തെരുവ്. കസ്ബെ കി ഗലി പട്ടണത്തിലെ ഒരു തെരുവ്. ശാം കാ സമയ. ശാം എന്ന് പറഞ്ഞാൽ സന്ധ്യ. ബച്ചെ ഏക് ഗലി കെ മോഡ് പർ ഹെ. മോഡ് വളവ്. കുട്ടികൾ തെരുവിന്റെ ഒരു വളവിലാണുള്ളത്. സാമനെ കച്ചേ പക്കേ മക്കാനോം കി കത്താർ ഹെ. മക്കാൻ കെട്ടിടം, കത്താർ നിര. അവരുടെ മുന്നിലായിട്ട് കച്ചേ പക്കി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളുടെ നിര തന്നെയുണ്ട്. കച്ചേ പക്കി എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം കച്ചേ എന്ന് പറഞ്ഞാൽ പാകമാവാത്ത, പക്കി എന്ന് പറഞ്ഞാൽ പഴുത്ത എന്നുള്ള മീനിങ്. ഇവിടെ വരുന്ന സമയത്ത് കോൺക്രീറ്റ് ചെയ്തതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങൾ. ഗോപു ബസ് യഹി ഗലി ഹെ. ഗോപു പറയാണ് ഈ തെരുവിലാണ് മനോഹർ ചാച്ച താമസിക്കുന്നതെന്ന്. ലല്ലു തോ ചലോ. എങ്കിൽ വാ നമുക്ക് പോകാം. ഗോപു മക്കാനോം കോ ദേഖ്താ ഹുവാ. ഗോപു കെട്ടിടങ്ങളെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഹാ ലേക്കിൻ യാദ് കർണേ ദോ കോൻസാ ഘർ ഹേ. ഗോപു പറയാണ് പക്ഷെ ഒന്ന് ഓർമ്മിക്കട്ടെ ഏതായിരുന്നു വീടെന്ന്. ചുന്നി പർ കൈസേ. അതെങ്ങനെയാ. ഗോപു അരേ ഉസ് ഘർ കെ ഊപ്പർ ടിവി കാ ഡണ്ടാ ലഗാ ഹുവാ ഹേ. ഗോപു പറയാണ് മനോഹർ ചാച്ചയുടെ വീടിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ വടി, ഡണ്ട എന്ന് പറഞ്ഞാൽ വടിയാണ്, അതായത് ആന്റിന ഉണ്ടെന്ന് പറയുന്നു. തീനോം ധ്യാൻ സെ ഘരോം കോ ദേഖ്തേ ഹെ. ഗോപു കാ ചെഹ്റ ഉതർ ജാത്താ ഹെ. ധ്യാൻ സെ ശ്രദ്ധയോടു കൂടി. ചെഹ്റ ഉതർ ജാന എന്ന് പറഞ്ഞാല് നിരാശനാവുക. അപ്പൊ 3 കുട്ടികളും എല്ലാ വീടും നോക്കുന്നുണ്ട്. പക്ഷെ ഗോപുവിന്റെ മുഖം ഉത്തർ ജാത്താ ഹെ എന്ന് പറഞ്ഞാൽ അവൻ സങ്കടപ്പെടുകയാണ്, ദുഃഖത്തിലാണ്. ഗോപു പർ യഹാൻ തോ. ഗോപു പറയുകയാണ് പക്ഷെ ഇവിടെ. ലല്ലു സബ്കി ഛത് പർ ലഗാ ഹെ. ഛത്ത് എന്ന് പറഞ്ഞാൽ മേൽക്കൂര. ലല്ലു പറയുന്നു എല്ലാവരുടെയും വീട്ടില് ഈ ആന്റിന ഉണ്ട്. ചുന്നി ടിവി വാല ഡണ്ട അബ് ക്യാ കരേങ്കെ. ചുന്നി പറയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യും. ഗോപു ഹിമ്മത്ത് ഹാർത്തേ ഹുയെ. ഹിമ്മത്ത് ധൈര്യം, ഹാർന തോൽക്കുക. ഹിമ്മത്ത് ഹാർത്തേ ഹുയെ എന്ന് പറഞ്ഞാല് ധൈര്യം എല്ലാം ചോർന്നു പോയിട്ട്. പതാ നഹി മനോഹർ ചാച്ചനെ ബതായാ ഥാ ഉൻകെ ഘർ ഹി ടിവി ഹെ പർ യഹാൻ തോ സബ്കെ ഘർ ഹെ. ഗോപു പറയാണ് മനോഹർ ചാച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമേ ടി വി ഉള്ളൂ എന്ന്. പക്ഷെ ഇവിടെ എല്ലാവരുടെയും വീട്ടിലും ആന്റിന കാണുന്നുണ്ട്. ലല്ലു ബേഹദ് ഹതാശ്.
ഹതാശ് എന്ന് പറഞ്ഞാൽ നിരാശ. ബേഹദ് ഹതാശ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നിരാശയോടെ. അബ് ഹം വാപ്പസ് ചലേ, എന്നാൽ നമുക്ക് തിരിച്ചു പോകാം. വാപ്പസ് ചലന, തിരിച്ചു പോകാം. ആസ്മാൻ ദേഖ്തേ ഹുയേ, എവിടേക്ക് നോക്കിയിട്ടാ പറയുന്നത്? ആകാശത്തേക്ക് നോക്കിയിട്ടാണ് പറഞ്ഞത്. നഹി അന്ധേര ഹോ രഹാ ഹെ, ലല്ലു ആകാശത്തേക്ക് നോക്കി പറയാണ് പോണ്ടേ. അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ഇരുട്ടാവാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ലല്ലു പറയുകയാണ്. ചുന്നി ഹം ഖോ ഗയേ, നമുക്ക് ഖോ ജാന എന്ന് പറഞ്ഞാൽ നഷ്ടമാവുക. അപ്പൊ ചുന്നി പറയാണ് നമ്മൾ തോറ്റുപോയി എന്ന് പറയാണ്. ഗോപു കുച്ച് നഹി ബോൽത്താ ബസ് റോനെ ലഗ്താ ഹെ, ബാക്കി ദോനും ഭി റോനെ ലഗ്തേ ഹെ. ഗോപു ഒന്നും പറഞ്ഞില്ല, അവൻ കരയാൻ തുടങ്ങി. അവൻ കരയുന്നത് കണ്ടപ്പോൾ മറ്റു രണ്ട് കുട്ടികളും കരയാൻ തുടങ്ങി. സീൻ 7, ഏഴാമത്തെ ദൃശ്യം. കസ്ബെ കി സഡക്, സഡക് റോഡ്, കസ്ബെ കി സഡക് പട്ടണത്തിലെ റോഡ്. ദേർ ശ്യാം കാ സമയ, ദേർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുക. ദേർ ശ്യാം കാ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്ധ്യയായിട്ടുണ്ട്. ഭീഡ് ജമാ ഹെ, ഭീഡ് തിരക്ക്, ജമാന എന്ന് പറഞ്ഞാൽ ഒത്തുചേരുക. ഭീഡ് ജമാന എന്ന് പറഞ്ഞാല് തിരക്ക് കൂടിയിട്ടുണ്ട്. ബച്ചെ രോ രഹേ ഹെ, കുട്ടികൾ കരയാണ്. കസ്ബെ കെ ലോഗ് ഉനെ ചുപ് കരാ രഹേ ഹെ, കസ്ബെ കെ ലോഗ് എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകള് കുട്ടികളുടെ കരച്ചിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കസ്ബെ വാല ഏക് कहते हैं മനോഹർ ചാച്ച സെ മിൽനെ ആയേ ഹെ കീരത്പുർ സെ. ഒന്നാമത്തെ ആള് പറയാണ് കുട്ടികൾ മനോഹർ ചാച്ചയെ കാണാൻ വേണ്ടി വന്നതാണ്. കീരത്പൂർ എന്നാണ് അവര് വരുന്നത്. കസ്ബെ വാല ദോ അബ് ചുപ് ഹോ ജാവോ ഡരോ മത് ക്യാ നാം ഹേ തുമാരാ. രണ്ടാമത്തെ ആള് പറയാണ് ഇനി കരയണ്ട. ഡരോ മത്, ഡർന പേടിക്കുക, മത്ത് അരുത്, ഡരോ മത് പേടിക്കണ്ട. ക്യാ നാം ഹേ തുമാരാ, നിന്റെ പേരെന്താണ്? ലല്ലു പറയാണ് ലല്ലു. ചുന്നി രോത്തെ ഹുയേ മുझे घर जाना है, ചുന്നി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് വീട്ടിൽ പോണം. മനോഹർ ചാച്ച ആ ജാത്തെ ഹെ ഗോപുക്കോ ഉഡാ ലേത്തെ ഹെ, മനോഹർ ചാച്ച വരുന്നു, അദ്ദേഹം ഗോപുവിനെ എടുക്കുന്നു. ഉഡാന എടുക്കുക. മനോഹർ അരെ ഗോപു തും അക്കേലെ കൈസെ ആകെ, അക്കേലെ ഒറ്റയ്ക്ക്. മനോഹർ ചാച്ച ഗോപുവിനോട് ചോദിക്കുകയാണ് ഗോപു നീ ഒറ്റയ്ക്ക് എങ്ങനെയാണ് വന്നത്? ഗോപു ടി വി ദേഖ്നാ താ ഹം തീനോങ്കോ, ഞങ്ങൾ 3 പേർക്കും ടി വി കാണണമായിരുന്നു. കസ്ബെ വാലെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്തേ ഹെ മനോഹർ ബച്ചോങ്കോ ലേ ജാത്താ ഹെ. കസ്ബെ വാലെ അവിടെയുള്ള ആളുകള് പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. മനോഹർ ചാച്ച കുട്ടികളെ ആയിട്ട് കൊണ്ടുപോകുന്നു. സീൻ 8, എട്ടാമത്തെ ദൃശ്യം. മനോഹർ ചാച്ച കാ ഘർ, മനോഹർ ചാച്ചയുടെ വീട്. രാത് കാ സമയം, രാത്ത് രാത്രി, സമയം രാത്രി ആയിട്ടുണ്ട്. ബാബാനെ ഗോപുക്കോ ഗോദ് മേ ബിഠായ ഹെ, ഗോദ് മടി, ബാബ ഗോപുവിനെ മടിയിൽ ഇരുത്തിയിട്ടുണ്ട്. ചുന്നി ഔർ ലല്ലു ഭി ബൈഠേ ഹെ, അതിനടുത്തായിട്ട് ചുന്നിയും ലല്ലു ഇരിക്കുന്നുണ്ട്. ബാബ മനോഹർക്കോ ഗോപു ശൈതാൻ ഹെ യേ സബ്കോ പതാ ഹെ पर इतना शैतान हमने सोचा नहीं था. പതാ ഹെ എന്ന് പറഞ്ഞാൽ അറിയുക. ഷെയ്ത്താന്റെ വാസ്തവത്തിൽ മീനിങ് ചെകുത്താൻ എന്നാണ്. ഇവിടെ വരുമ്പം വികൃതിയുള്ള കുട്ടി. ബാബ മനോഹറിനോട് പറയുകയാണ് ഗോപു വികൃതിയുള്ള കുട്ടിയാണ്, ഇത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഇത്രയും വികൃതി ഉണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. മനോഹർ और पूरा रास्ता याद था इसे, पूरा रास्ता മുഴുവൻ വഴിയും, യാദ് ഓർമ്മ, ഇവന് മുഴുവൻ വഴിയും ഓർമ്മയുണ്ടായിരുന്നു. ചലോ ഭായ് അബ് ടി വി ചലായ ജായേ, ഇനി നമുക്ക് ടി വി വെക്കാം. ഇത്തനി ദൂർ സെ ആയേ ഹെ 3 ദീവാനെ, 3 പേരും ഇത്രയും ദൂരം വന്നതല്ലേ. മനോഹർ ടി വി ചലാത്താ ഹെ, ഗോപു ലല്ലു और ചുന്നി സീധേ ഹോക്കർ ബൈഠ് ജാത്തെ ഹെ. മനോഹർ ചാച്ച ടി വി ഓൺ ചെയ്യുകയാണ്. ഗോപു ലല്ലു ചുന്നി 3 പേരും ഒരുമിച്ച് ഇരിക്കുകയാണ്. ടി വി की आवाज और मद्रास का अधिकतम तापमान रहा 34 ഡിഗ്രി. ടിവിന്ന് വരുന്ന ശബ്ദം എന്താണ്? മദ്രാസിലെ ഏറ്റവും ഉയർന്ന താപനില 34 ഡിഗ്രി. ഗോപു की आंखें फैल रही हैं, ഗോപുവിന്റെ കണ്ണ് വലുതാവാൻ തുടങ്ങി. ഫൈൽന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, അതായത് വലുതാവുക എന്നുള്ള മീനിങ് ആണ്. ടി വി के शीशे पर हल्की हल्की रोशनी भी फैल रही है. ഹൽക്കി എന്ന് പറഞ്ഞാൽ നേരിയ, അതായത് വെളിച്ചം കുറഞ്ഞ. ശീശ എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ്. റോഷ്നി വെളിച്ചം. അപ്പൊ ടിവിയുടെ കണ്ണാടിയിൽ നേരിയ വെളിച്ചം പരക്കാൻ തുടങ്ങി. തസ്വീരേൻ കിസി ബി പൽ ദിഖ് ജായേങ്കി, പൽ നിമിഷം, ഇനി ഏതൊരു നിമിഷവും ചിത്രം വന്നേക്കാം. ഓർ തബി ബിജലി ചലി ജാത്തി ഹെ, അപ്പോഴേക്കും കരണ്ട് പോയി. ബിജലി എന്ന് പറഞ്ഞാൽ കരണ്ട്, മിന്നൽ എന്നുള്ള മീനിങ് ഉണ്ട്. ഇവിടെ വരുമ്പം വൈദ്യുതി എന്നുള്ള മീനിങ് ആണ്.
ധുപ് അന്ധേര ജാതാ ഹെ. അന്ധേര ഇരുട്ട്, അതായത് ധുപ് അന്ധേര എന്ന് പറഞ്ഞാൽ ഇരുട്ട് നിറഞ്ഞു, കറണ്ട് പോയ സമയത്ത് ആകെ ഇരുട്ടായി. ഗോപു ചുന്നി और लल्लू एक साथ अंधेरे में, हे भगवान. ഗോപു ചുന്നി ലല്ലു 3 പേരും ഒരുമിച്ച് പറയുകയാണ്, അയ്യോ ഈശ്വര. ഫ്രണ്ട്സ്, ഈ പാഠം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.